ഹായ് കൂട്ടുകാരെ, ഞാൻ എൻ്റെ നാടിൻ്റെ ഒരു ദുരവസ്ഥ പറയാൻ വന്നതാണ് കേട്ടോ. ഈ ഭാഗത്തൊരു പട്ടി എത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇതിപ്പം പുഴുവരിച്ച് വല്ലാത്ത സ്മെല്ലും ബുദ്ധിമുട്ടുമാണ്. നമ്മുടെ പള്ളിച്ച പഞ്ചായത്ത് 19, 21 വാർഡിൻ്റെ ഇടയിൽ വരുന്ന റെയിൽവേ ആണ്. ഞാനിവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ വേറെ വീടുകളില്ല. ഈ അണ്ടർ പാസേജിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കുന്ന ഭേദം. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അണ്ടർ പാസേജിൻ്റെ അവസ്ഥയെക്കുറിച്ച്. മഴ പെയ്തിട്ട് മൊത്തം മണ്ണും ചെളിയെല്ലാം കൂടെ ഒലിച്ച് അണ്ടർ പാസേജിലേക്ക് കയറി കിടക്കുവാണ്. ഈ ചെളിയും വെള്ളവും കാരണം അണ്ടർ പാസേജിലൂടെ വണ്ടി കൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് റെയിൽവേ പണി ചെയ്യുന്നവർ ഡംപ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചതാണ്. ഇന്നലെ കൊണ്ട് കോഴി വേസ്റ്റ് കൊണ്ടിട്ടേക്കുക. കണ്ടില്ലേ, സ്മെല്ല് കാരണം എനിക്കിവിടെ വന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ പ്രതികരിക്കാൻ എന്ന് പറയുന്നതിന് നമുക്ക് വേറെ വഴികളില്ലല്ലോ. ഇതൊക്കെയല്ലേ ഉള്ളൂ. കണ്ടില്ലേ, രക്തം ഒലിച്ച് പട്ടിയുടെയും കാക്കയുടെയും ഒക്കെ ശല്യം പറയാതിരിക്കുക ഭേദം. പട്ടിശല്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. പട്ടിശല്യം ഇങ്ങനെ നിങ്ങൾ വേസ്റ്റ് കൊണ്ടൊന്ന് ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ പിന്നെ പട്ടി വരാതിരിക്കുമോ? സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊന്നുമില്ല. സോഷ്യൽ മീഡിയ എന്നുള്ള ഒറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പഞ്ചായത്തിലും മെമ്പറോടും ഒക്കെ പരാതി പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. അവരെ കൊണ്ടാവുന്നിടത്തോളം അവർ ചെയ്തിട്ടുകൊണ്ടില്ല എന്ന് പറയുന്നില്ല. ഈ അണ്ടർ പാസേജിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന വേസ്റ്റ് ഒരുപാട് ഡംപ് ചെയ്യുന്നു എന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോഴത്തേനും അവർ വന്നിട്ട് അതിനെ ക്ലീൻ ചെയ്ത് ഇപ്പുറത്തെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച് സഞ്ചരിക്കാൻ വാഹനം കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അന്നാക്കി തന്നായിരുന്നു. പക്ഷേ എന്നിട്ടും വേസ്റ്റ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേയിൽ പണി നടന്ന സമയത്ത് അവരതെല്ലാം ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും എന്താ ഇങ്ങനെ ഒരവസ്ഥ? എന്ത് ചെയ്യണം, ആരോട് പരാതി പറയണം ഒന്നും അറിയത്തില്ല. ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നതും ഈ ചത്ത പട്ടിയുടെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. വളരെ ബുദ്ധിമുട്ട്. അതിലൂടെ അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ രക്തം ഒലിച്ച് ആ വെള്ളത്തിലാണ് ചെന്നിരുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേനും നമ്മുടെ കാലിൽ ഇതൊക്കെയല്ലേ ആവുന്നത്. ഒരു പരിധിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. സ്ഥിരം ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം CCTV വയ്ക്കാനുള്ള പ്രോസസ്സിങ് എല്ലാം ചെയ്ത് അതിൻ്റേതായ എല്ലാം ചെയ്ത് കൊടുത്തതായിരുന്നു മുമ്പ് ഈ ഭാഗത്ത് താമസിക്കുന്ന ചേട്ടന്മാരൊക്കെ. പക്ഷേ അതിനൊന്നും ഒരു രീതിയിലുള്ള എന്താ പറയുക, അത് അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മുന്നിട്ട് വന്നിരുന്നില്ല. ഇപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്യുന്നത് ഇനിയിപ്പോൾ റെയിൽവേ അണ്ടർ പാസേജ് കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേനും ആ ഭാഗത്ത് വെട്ടമില്ല, ഇരുട്ടാണ് രാത്രി ഭാഗങ്ങളിൽ. അപ്പോൾ സുഖമായിട്ട് വാഹനത്തിൽ വന്നിട്ട് വേസ്റ്റ് ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഇവർ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്.